ഹലോ ഗൈസ്, എന്താണ് പറ? ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മളെ ഇങ്ങോട്ടാണ് നമ്മളെ പരിപാടി പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷേ നമ്മൾ സമയം 7 മണിക്കെങ്കിലും കനകക്കുന്നിൽ എത്തണമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റായി പോയി. ഇപ്പോൾ 8 മണിയായിട്ട് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വരണ വഴിക്ക് ഒരു പള്ളിയുണ്ട് കേട്ടോ, അടിപൊളി. എന്നാണ് കാണിച്ചെന്ന അകത്ത് വേറെ അടിപൊളി പരിപാടികളുണ്ട്. എൻ്റെ പൊന്ന്, വേറെ ലെവല്. പള്ളിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാണ് നോക്കിയാണ്. മണികളൊക്കെ തൂക്കി ഇട്ടേക്കണം അല്ലേ, എല്ലാം തൂക്കി ഇട്ടേണ്. ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ നോക്കിയാണ്. എൻ്റെ പൊന്ന്, അടിപൊളിയല്ല. പുൽക്കൂടൊക്കെ നല്ല രസമുണ്ട്. മൊത്തത്തിൽ കണ്ട ആൾക്കാരൊക്കെ എല്ലാവരും മറ്റേ മേഘത്തിന്റെ ഉള്ളില് മറ്റേ യേശുവും അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഉണ്ട് വെള്ളം വീഴുന്ന സെറ്റപ്പ്. ഊഞ്ഞാലാടിയിട്ട് വാങ്ങാം. വെറൈറ്റി സ്റ്റാർ അല്ലേ, നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതരം സ്റ്റാർ. വേണ്ട, ഇവിടെ ഊഞ്ഞാലുണ്ട്. നമ്മൾ ഊഞ്ഞാലാടാൻ വന്നപ്പോൾ കൊച്ചു പിള്ളേർ വന്ന് കയറി ഇരുന്നു. കൊച്ചു പിള്ളേരാട്ടം കൊള്ളാം കേട്ടോ, ഊഞ്ഞാലൊക്കെ കൊള്ളാം. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. നമ്മ കനകക്കുന്നിലോട്ട് പോവാം. കനകക്കുന്നിലോട്ട് അടിപൊളി. അങ്ങോട്ട് കുറച്ച് പരിപാടി ഉണ്ട്, അതുകൊണ്ട് കാണിച്ചിട്ട് നമ്മൾ കനകക്കുന്നിലോട്ട് പോകും. ഇവിടെ തന്നെ സമയം കളയുന്നില്ല. അതെ, പുറകെ വരുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഫുള്ള് ലൈറ്റും ബഹളവും ഒക്കെ ഉള്ള അടിപൊളി വ്ളോഗായിരിക്കും. കൊള്ളാല്ലേ? സാധാരണ നമ്മളെ റെഡ് കളർ ക്രിസ്മസ് അപ്പൂപ്പനല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് വൈറ്റ് കളറിലെ ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ക്രിസ്മസ് പാപ്പ. നമുക്ക് പോവാം. ഈ ഒരു ചെറിയൊരു കവാടമുണ്ട്. ആ കവാടത്തിൻ്റെ അകത്തൂടെ ഇറങ്ങി നമുക്ക് വെളിയിൽ പോവാം. ഇടിക്കുകയല്ലേ. പോവാം. ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടാ. പൈസ പിടിക്കാൻ വേണ്ടി ആളെ ചെയ്യണം. സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞു പൈസ പിരിക്കാൻ വേണ്ടി നമ്മൾ ഓടി കേട്ടോ. നമുക്ക് കനകക്കുന്നിൽ വെച്ച് ബാക്കി കാണാം. ഇങ്ങനത്തെ പരിപാടിയാണെങ്കിൽ നമ്മൾ അപ്പോഴേ വണ്ടി നിർത്തി ഇനി ഒരു പള്ളിയിൽ ഇറങ്ങും. നമ്മളെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞ് വേണ്ട, പിരിവൊന്നും വേണ്ട, പൊയ്ക്കോന്ന് പറഞ്ഞ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ മാനവീയത്തിലേക്ക് കയറിയിരിക്കുകയാണ്. റോഡൊക്കെ നോക്കിയാലേ വണ്ടി കയറും. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ? എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. അല്ല, അടിയെങ്ങാനാവണമെങ്കിൽ എടുത്തേട് ഓടിക്കോളും. അവിടെ കൊട്ടും പാട്ടൊക്കെ കേൾക്കണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. കൊട്ടും പാട്ടൊക്കെ കേൾക്കണം. മിക്കവാറും അടിയെങ്ങാനാണെന്ന് പറയാം. വൈകി എടുത്തേട് തിരുവനന്തപുരത്തെ
നൈറ്റ് ലൈഫ് കേട്ടോ. എറണാകുളത്താണെങ്കിൽ മറൈൻ ഡ്രൈവ്, തിരുവനന്തപുരത്ത് കാട്ടുവള്ളി തൂങ്ങിക്കിടാണ്ട് ഇതേപോലെ കാട്ടുവള്ളി തൂങ്ങിക്കിടക്കണ കണ്ടിട്ട് പറയണേ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ കത്തിച്ചിട്ടില്ല. ഇതിനൊക്കെ എന്ത് ചെയ്യട്ടെ അവനെയൊക്കെ. എത്ര ഇത് ഭയങ്കര എരിയാണ്. പിന്നീട് എരി ഇല്ലാത്ത മേടിക്കാം അല്ലേ. ഹായ് എല്ലാവരും നമ്മൾ ക്യാമറ കൊണ്ട് കിടക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഭയങ്കര ബ്ലോഗറാണെന്ന് പറയാണ്ട് നോക്കണം കേട്ടോ. ക്യാമറ നേരെ പിടിക്കാറ്. ഞാനേ ഒട്ടും തിരക്കില്ല അല്ലടാ. വൻ തിരക്ക്. എവിടെ നീ എന്നെ വിട്ട് കളഞ്ഞിട്ട് പോകല്ലേ? ഇതിന് ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഉണ്ടോടെ? അതുണ്ട് നമ്മളെ നമ്മളല്ലാതെ ജസ്റ്റ് ലൈറ്റ് കാണാൻ വന്നത്. ടിക്കറ്റ് കിട്ടി. എത്ര? ഒരു ടിക്കറ്റ് 50 രൂപ കേട്ടോ. ടിക്കറ്റ് 50 രൂപ. നേരത്തെ വന്നാൽ ടിക്കറ്റ് എടുത്തോണ്ട് കയറാം. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ്. അവിടെ കൂടെ നമ്മളെ ഒരു പയ്യനാണ് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മളോട് പഠിച്ച ഒരു പഴയ സുഹൃത്തായിരുന്നു. അപ്പോൾ അവൻ വഴി നമ്മൾ സെറ്റ് ചെയ്ത് ടിക്കറ്റ് അങ്ങ് എടുത്തു. അല്ലെങ്കിൽ നമുക്ക് നാളെ വീട്ടിൽ പോകാൻ പറ്റുള്ളായിരുന്നു. ഇത് അടിപൊളിയല്ലേ? തെർമോക്കോളിലാണെന്ന് തോന്നുന്നു കേട്ടോ. തെർമോക്കോളിൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. പക്ഷെ അടിപൊളി. ഇതിൻ്റെ സൈഡിൽ ഇതുണ്ട്. ഇത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. അത് കാണാത്തവരൊക്കെ വന്ന് കണ്ടോ? ഈ സെറ്റപ്പാണ് കേട്ടോ. അവിടെ നിങ്ങൾ ആലീസ് ഇൻ വണ്ടർലാ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആലീസ് ഇൻ വണ്ടർലാ. അടുത്തതാണ് വീണ്ടും നിജാസ് മണ്ടിയിരിക്കുകയാണ്. വീണ്ടും നിജാസ് ചമ്മി നാറിയിരിക്കുകയാണ്. അടുത്തതിൽ ഞാൻ പിടിക്കും, തിരിച്ചു പിടിക്കും. നിജാസ് പിടിക്കുമെന്നുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇതാ പോയിരിക്കുകയാണ്. നിജാസ് അങ്ങനെ കയറിയിരിക്കുകയാണ്. പിടിച്ചു. ഓടിപ്പോ. ബിഫോർ വിക്ടറി. മതി വാ. അതിൻ്റെ ആവശ്യമുള്ളൂ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മൾ നടന്ന് തുടങ്ങിയുള്ളൂ. അപ്പോൾ തന്നെ ക്ഷീണിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു കല്ല് കണ്ടപ്പം ഇവിടെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സ്ഥലം, ഒരു ഇരിപ്പിടം കിട്ടി. അങ്ങനെ നമ്മളിവിടെ കയറി കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ പോകും. ആക്റ്റീവ് സംസാരിക്കാൻ പാടില്ല. ബ്ലോഗേഴ്സ് എപ്പോഴും വീഡിയോ പിടിക്കുന്ന ആൾക്കാർ. നമ്മളെ ഒരു പാമ്പുണ്ടോടാ, പാമ്പ് സ്നേഹിന്റെ ബാക്കിയകത്തൂടെ നമ്മളിങ്ങനെ കയറി പോകാൻ പോകണം. അതുണ്ടോ അകത്തൂടെ ഇങ്ങനെ കറങ്ങി പോകണം. അയ്യോ നമ്മളെ പാമ്പ് വിഴുങ്ങി. നമ്മളെ പാമ്പ് വിഴുങ്ങി. നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് വെള്ളം പാമ്പിന്റെ വയറ് കയറിയാണ് നമ്മൾ പുറത്തോട്ട്. അയ്യേ, ഇത് മനസ്സിലായത് എവിടെയാണ്? ഇത് ആദ്യം വന്നിറങ്ങിയില്ലേ ഇഗ്ലോവിന്റെ അവിടെ. വെറുതെ പോയി. മൂട് പോയി 50 രൂപ പോയി. ഇത് എന്തിനാണ് ഇത് സംഭവം? ഒരു വെള്ള സാധനത്തിൽ ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഒരു കൈ അടിച്ചു ഓടിച്ചു. അത് കത്തല്ല, ഇന്നലെ തൊട്ട് കത്തല്ല. കൊള്ളല്ലേ? ഇതിന്റെ അകത്തൂടെ കയറി പോണോ വെളിയിൽ കൂടെ പോകണം? ഇതിന്റെ അകത്തൂടെ കയറി, ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ കയറി നമ്മൾ വെളിയിലിറങ്ങാം. ആണ്ടോ കൊച്ചിറങ്ങന്മാർ പറയണത് എന്തിരുന്ന് വെറും ഉടായിപ്പ് സാധനം. ഒരു ലവ് സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ? കൊള്ളല്ലേ? ഒന്ന് മാറും. നമ്മൾ ലവ് എടുത്തോട്ടെ. ലവ് ഇല്ലാത്തവരൊക്കെ പറഞ്ഞ സിംഗിളാണ്.
സിംഗിളാണേ അതില് പറഞ്ഞേ ഹൃദയം പാട്ടക്കിക്ക് ഹൃദയം ശാന്റെ ഹൃദയം മാത്രം പാടക്കിക്ക് തികച്ചും സൗജന്യം. എന്നാ കളിപ്പാട്ടം മേടിച്ചാലേ അളിയാ കളിപ്പാട്ടം നമ്മളടുത്തിന് ഡാൻസ് കളിക്കാൻ പോയാണ്. ഇവിടെ വൻ സെറ്റപ്പാണ്. ഹായ് ഹാപ്പി ക്രിസ്മസ്. അയ്യേ വരുത്തതിന് പാടാണ്. അയ്യേ താങ്ക് യു നമ്മളിതാ വരും. അടിച്ചുപൊളി പാട്ടാണ്. ഞാൻ ഡാൻസ് കളിക്കും. എന്തിട്ട് പറഞ്ഞു എല്ലാവരും ഉറങ്ങാണ്. ഇത് മറ്റേ അടിച്ചുപൊളി പരിപാടിയല്ല, ഗാനമേള അല്ല. ഡാൻസ് കളിക്കാന്നും പറഞ്ഞു വന്ന അയച്ചു കൊടുക്കും. ഞാനേ ചായ എങ്ങനെയുണ്ട്? ചായല്ല കോപ്പി. അതിനകത്തൊന്നും ഇല്ല. ഇവിടെ കിടന്നവര് കപ്പ് എടുത്ത് വെച്ചിട്ടേ ഉള്ള പ്രഹസനം മൊത്തം. ജിംഗിൾ ബെൽ ജിംഗിൾ ഓൺ ദ വേ. ഫുൾ സെറ്റപ്പ്. ഇവിടെ 100 പേര് അണിനിരക്കുന്ന സംഗീത കച്ചേരിയാണ് ഇവിടെ നടക്കുന്നത്. 100 പേരെന്നാണ് ഇപ്പോൾ അനൗൺസ് ചെയ്ത്. നമുക്ക് നോക്കാം എത്ര പേരുണ്ടെന്ന് നോക്കാല്ലേ. എന്തേരാണെന്നൊരു പിടിയും കിട്ടണില്ല. എങ്ങനെയുണ്ട്? ചന്ദ്രനാണെന്നോ? ചന്ദ്രനല്ല, ഇതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ മിസ്റ്റർ ലോക്കലിൻ്റെ പേര് അല്ലേ? മിസ്റ്റർ ലോക്കൽ. അതെ, എൻ്റെയും നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഡോൾഫിൻ എങ്ങനെയുണ്ട്? സൂപ്പർ കൊള്ളാം. ഡോൾഫിനാണ്. നല്ല കൊള്ളാം. റോസ് ഉണ്ട്. പിന്നെ ഒരു കത്തിരിക്കൊക്കെ എടുത്ത് കണ്ണി വെച്ചിട്ടുണ്ട്. തേൻ തുമ്പി പൂവിൽ നിന്നും തേൻ നുകരുന്ന ഒരു സംഭവം നമ്മൾ കാണാം. ഫ്ലവർ മോഡൽ അടിപൊളിയല്ലേ? തേൻതുമ്പി ഇതിൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തേൻതുമ്പി അടുത്ത് കാണാൻ പറ്റും. എല്ലാവരും പെട്ടെന്ന് അയക്കോ, സമയമില്ല. ഇനി അടുത്ത സ്ഥലത്തെ കാഴ്ചകളായിരിക്കും വളരെ രസകരമുണ്ട്. കുറച്ച് നടന്ന് കാണണം. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പറഞ്ഞെങ്കിൽ നല്ലൊരു ഇഷ്ടപ്പെടുമല്ലേ. പ്രത്യേകിച്ച് വീട്ടമ്മമാർ, അതേപോലെ ഗാർഡൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, പൂക്കളമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ നല്ല കാഴ്ചകൾ കണ്ട് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് പോവാം അല്ലേ. കൊള്ളാം. നല്ല ഇതിലൊരു ഇറ്റാലിയൻ മോഡലൊരു സാധനമുണ്ട് കാണിച്ചു. ഇറ്റാലിയൻ മോഡലുള്ള ഒരു മുള്ളുള്ള ഒരു ചെടി. ഇത് മറ്റേ കണ്ണേറ ഇടാതിരിക്കാൻ വേണ്ടി വീട്ടിൽ കെട്ടി തൂക്കുന്ന സാധനമില്ലേ? ഇതൊക്കെ ഈ അറിവുള്ളവരൊക്കെ നമ്മൾ ആ ചാനലിൽ കാണും. അവര് വീട്ടിൽ വന്ന് അടിച്ചിട്ട് പോകും. 6 സബ്സ്ക്രൈബർ ഏത് അറിവുള്ളവർ? ഒന്ന് ഞാൻ, ഒന്ന് നീ, പിന്നെ ആര്, പിന്നായിട്ടുള്ള 2 പേര്. മൊത്തത്തിൽ ഒരു 6 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളതെങ്കിലും ഇനി വെറൈറ്റി ഒരു സാധനമുണ്ടേ. അത് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഞെട്ടും അല്ലേ? ഞെട്ടിത്തരിക്കും. ആ സാധനമാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അതെ, കണ്ടോളൂ. എന്തോന്നാണ് എന്തൊരു സാധനമാണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. പക്ഷെ 2 കൈയും ഒരു തലയൊക്കെ ഉള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച്
വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ നിങ്ങൾ മിക്കവാറും കാണാൻ പോകുന്നത് ന്യൂ ഇയറിൻ്റെ ആ ടൈമിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ? ഗുണ്ട പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ?